കഥ അച്ഛനെന്ന സ്വപ്നം ഭാഗം 26. രചന ശാലിനി ഇ.എ. വരൂ. ബദരി പൂമുഖത്തേക്ക് കയറാനുള്ള ആദ്യ പടിയിലേക്ക് കാലെടുത്ത് വെച്ചും കൊണ്ട് തിരിഞ്ഞു നിന്ന് നദിയെ വിളിച്ചു. അവൾ കുനിഞ്ഞു നിന്ന് ആദ്യ പടിയെ ഒന്ന് തൊട്ടു തൊഴുതു. അതിനുശേഷം വലതു കാൽപാദം എടുത്ത് ആ പടിയിലേക്ക് ചേർത്ത് വെച്ചു. നദിയുടെ പ്രവർത്തികൾ കണ്ടു നിന്ന ബദരിയുടെ കണ്ണുകൾ എന്തുകൊണ്ടോ നീറിപ്പുകഞ്ഞു. കണ്ണുകളിലെ നീർത്തിളക്കം നദി കാണാതിരിക്കാൻ അവൻ തിരിഞ്ഞ് സ്റ്റെപ്പുകൾ കയറി. ആ സമയത്താണ് പൂമുഖവാതിൽ തുറന്ന് രാമേട്ടൻ പുറത്തേക്ക് വരുന്നത്. ബദരിയെ കണ്ട് പുഞ്ചിരിച്ചെങ്കിലും ബദരിക്ക് പിറകെ കയറി വരുന്നവളെ കണ്ട് അയാളൊരു നിമിഷം നോക്കി നിന്നു. ആരാ ബദരിക്കുഞ്ഞേ അത്? പെട്ടെന്നൊരു ഉത്തരം കൊടുക്കാൻ കഴിയാതെ അവൻ പതറി നിന്നു. അത് അമ്മയുടെ ഒരു കൂട്ടുകാരിയുടെ മകളാണ്, അവൻ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. അമ്മാമ്മയില്ല ഇവിടെ? ഉണ്ട്, റൂമിൽ വിശ്രമത്തിലാണ്, ഞാൻ വിളിക്കാം. വേണ്ട, ഞങ്ങൾ റൂമിൽ പോയി കണ്ടോളാം. രാമേട്ടനോട് അങ്ങനെ പറഞ്ഞു ബദരി നദിയെയും കൊണ്ട് മഹാദേവൻ മാസ്റ്ററുടെ മുറിയിലേക്ക് നടന്നു. കൈകൾ രണ്ടും തലയ്ക്ക് പിന്നിലേക്ക് പിണച്ചു വെച്ചും കൊണ്ട് കണ്ണുകൾ തുറന്ന് സീലിങ്ങിലേക്ക് നോക്കി. കനത്ത ആലോചനയിലായിരുന്നു മഹാദേവൻ മാസ്റ്റർ. അമ്മാമേ, അകത്തേക്ക് വരാമോ? വാതിലിനടുത്ത് ബദരിയുടെ സ്വരം കേട്ടതും മഹാദേവൻ മാസ്റ്റർ പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു. എന്നാൽ അയാളുടെ മിഴികൾ ചെന്നു നിന്നത് ബദരിക്ക് പിറകിൽ നിൽക്കുന്ന നദിയിലായിരുന്നു. ആശ്ചര്യം കൊണ്ടോ ആഹ്ലാദം കൊണ്ടോ അയാളുടെ മിഴികൾ ഒന്ന് വിടർന്നു. അമ്മാമേ, ഇത് അമ്മയുടെ കൂട്ടുകാരിയുടെ മകളാണ്, നദിയാമിനി. ജീവിതത്തിൽ തനിച്ചായി പോയപ്പോൾ അച്ഛനും അമ്മയും വീട്ടിലേക്ക് കൂട്ടി. നന്നായി പാടും. നദിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് മഹാദേവൻ മാസ്റ്ററുടെ ശിഷ്യയാവുക എന്നത്. അങ്ങനെയൊരു ആഗ്രഹമുണ്ടെങ്കിൽ നമുക്കത് സാധിച്ചു കൊടുക്കണ്ടേ? അതുകൊണ്ട് ഞാനിങ്ങ് കൊണ്ടുപോകുന്നതാ. സന്തോഷം കൊണ്ട് അയാൾക്ക് എന്താണ് പറയേണ്ടതെന്നറിയാത്ത അവസ്ഥയിലായി. അയാൾ സാവധാനം ബെഡിൽ നിന്നും എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് നദിയെ കൈമാടി തൻ്റെ അരികിലേക്ക് വിളിച്ചു. നദിക്കാണെങ്കിൽ മഹാദേവൻ മാസ്റ്ററെ നേരിൽ കണ്ട അത്ഭുതവും ആഹ്ലാദവുമായിരുന്നു. അവൾ അയാൾക്കരികിലേക്ക് നടന്നു ചെന്നു. കുനിഞ്ഞിരുന്നും കൊണ്ട് ആ പാദങ്ങളിൽ നെറ്റിമുട്ടിച്ചു. അയാൾ പെട്ടെന്ന് തന്നെ അവളെ കൈപിടിച്ചുയർത്തിക്കൊണ്ട് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. നന്നായി വരും, സംഗീതം നിന്നെ ഉയരങ്ങളിലേക്ക് എത്തിക്കും. നദിയുടെ കണ്ണുകളിൽ നീറുവന്ന് മൂടി കാഴ്ചയെ മറച്ചു. ഓർമ്മ വെച്ച നാൾ മുതൽ കൊതിക്കുന്നതാ മഹാദേവൻ മാസ്റ്റർ എന്ന അതുല്യ പ്രതിഭയുടെ കാൽ തൊട്ട് വന്ദിക്കുന്നതും ഈ കൈകൾ തൻ്റെ ശിരസിൽ വെച്ച് ആശീർവദിക്കുന്നതും. രണ്ടും ഈ നിമിഷം എനിക്ക് സഫലമായി. ചില സങ്കടങ്ങൾ എനിക്കായി ദൈവം തരുമ്പോൾ ചില സന്തോഷങ്ങളും എനിക്ക് വേണ്ടി മാറ്റിവെക്കുന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ സന്തോഷം തോന്നുന്നു. അങ്ങയുടെ ശിഷ്യാവുക എന്നതും എൻ്റെ വലിയൊരു സ്വപ്നമാണ്. അതിനെന്നെ അനുവദിക്കണം. ഇരു കൈകളും കുപ്പി തൊഴുതും കൊണ്ട് അവൾ അയാൾക്ക് മുന്നിൽ നിന്നു. എളിമയോടെയുള്ള അവളുടെ സംസാരം കേട്ട് കൗതുകത്തോടെ നോക്കി നിന്നു മഹാദേവൻ. പ്രഥമദൃഷ്ടിയാൽ തന്നെ യാമിനിയുടെ സ്വഭാവം അല്ല മകൾക്ക് എന്ന് അയാൾക്ക് മനസ്സിലായി. വിനയവും വിധേയത്വവും നിറഞ്ഞ അവളുടെ സംസാര രീതി അയാളിലെ അച്ഛനെ സന്തോഷിപ്പിക്കുന്നതായിരുന്നു. വരൂ. അയാൾ അവളെ തന്നോട് ചേർത്ത് പിടിച്ചും കൊണ്ട് അയാളുടെ ഉപാസനമൂർത്തി കുടികൊള്ളുന്ന മുറിയിലേക്ക് കൊണ്ടുപോയി. വാണി സരസ്വതി വീണയും കയ്യിലേന്തിയിരിക്കും വലിയൊരു ഫോട്ടോ സാമാന്യം വലിപ്പമുള്ള വലിയൊരു മുറിയായിരുന്നു അത്. ഒരുപാട് സംഗീതോപകരണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അയാൾ അവിടെയുള്ള ഒരു ബെല്ലിൽ വിരൽ അമർത്തിയതിന് ശേഷം നദിയെ കിഴക്കുഭാഗത്തേക്ക് തിരിച്ചു തനിക്കഭിമുഖമായി നിർത്തി. അപ്പോഴേക്കും ബെല്ലടി കെട്ടി രാമേട്ടൻ മുറിയിലേക്ക് കയറി വന്നിരുന്നു. രാമേട്ട, വെറ്റില കൊണ്ടുവരൂ. അത് കേട്ടതും അയാൾ തിരിച്ചിറങ്ങിപ്പോയി. അയാൾ മേശവലിപ്പിൽ നിന്നും 10 രൂപയുടെ കോയിൻ എടുക്കുമ്പോഴേക്കും രാമേട്ടൻ വെറ്റിലയുമായി കയറി വന്നിരുന്നു. വെറ്റിലയിലേക്ക് 10 രൂപയുടെ കോയിൻ വെച്ചുകൊണ്ട് അയാൾ അത് നദിയുടെ നേർക്ക് നീട്ടി. ഞാൻ ദക്ഷിണ തരുമ്പോൾ അത് എൻ്റെ കയ്യിലുള്ള പണം തന്നെ ആവണ്ടേ? അതല്ല അതിൻ്റെ ശരി. അമ്മ പോയെങ്കിലും അമ്മയുടെ ഒരു കരുതൽ എന്നോടൊപ്പം എപ്പോഴുമുണ്ട്.
അവൾ തൻ്റെ ഷോൾഡറിൽ കിടക്കുന്ന ബാഗ് തുറന്ന് അതിനുള്ളിൽ നിന്നും ഒരു ചെറിയ ഡബ്ബയെടുത്തു. അതിനുള്ളിൽ ഒരുപാട് നാണയത്തൊട്ടുകൾ ഉണ്ടെന്ന് അവളുടെ ചെയ്തികൾ നോക്കി നിന്ന മഹാദേവന് മനസ്സിലായി. അവൾ അതിൽ നിന്നും 10 കോയിൻ എടുത്ത് ഡബ്ബയടച്ച് ബാഗിൽ തന്നെ വെച്ചു. ശേഷം അയാളിൽ നിന്നും വെറ്റില വാങ്ങി അതിൽ ദക്ഷിണ വെച്ചും കൊണ്ട് അയാൾക്ക് നേരെ നീട്ടി. മഹാദേവൻ അത് കൈനീട്ടി വാങ്ങിയതും അവൾ ആ കാൽക്കലേക്ക് ഇരുന്നു കൊണ്ട് കാലുകൾ തൊട്ട് പ്രാർത്ഥനയോടെ വന്ദിച്ചു. മഹാദേവൻ 2 കൈകളും നദിയുടെ നെറുകയിലേക്ക് വെച്ചുകൊണ്ട് മനസ്സറിഞ്ഞ് അനുഗ്രഹിച്ചു. സംഗീതത്തിലൂടെ എത്ര കണ്ട് ഉയരാമോ അത്രയും എൻ്റെ മകളെ ഞാൻ കൈപിടിച്ചുയർത്തും. അങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് മഹാദേവൻ അവളുടെ ഇരുതോളിലും പിടിച്ചു എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് താഴെ ചമ്മറം പിണഞ്ഞിരുന്നു കൊണ്ട് നദിയെ അരികിലായി പിടിച്ചിരുത്തി. കല്യാണി രാഗത്തിൽ ഒരു ഗാനം പാടാമോ? സിനിമാ ഗാനം മതി. മഹാദേവൻ്റെ മുന്നിലേക്ക് ബദ്രി ഹാർമോണിയം എടുത്തു വെച്ചു. എന്നിട്ട് അവൾക്ക് ഓപ്പോസിറ്റായി അവനും ചമ്മറം പടിഞ്ഞിരുന്നു. നദി പാടി തുടങ്ങിയതും ഏതു പാട്ടാണ് പാടുന്നതെന്ന് മഹാദേവനും ബദ്രിക്കും മനസ്സിലായി. അതോടെ ആ രാഗത്തിനനുസരിച്ച് മഹാദേവൻ ഹാർമോണിയം വായിക്കാൻ തുടങ്ങി. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാനുവിൽ വിരാഗലോകയായി അഴകിൽ പവിയം പൊഴിയും നിന്നിൽ അമൃതകണമായി സഖീധന്യനായി സല്ലാപമേറ്റുണർന്ന വാരിജങ്ങളും ശുഭരാഗരൂപിയം നവനീത ചന്ദ്രനും ചൈത്രവീണഭൂതും ചൈത്രവീണവീതും മധു മന്ത്രകോകിലങ്ങളും മേളമേഘം ഇന്ദ്രനീല രാത്രി തേടവേ ആലാപമായി സ്വരരാഗഭാവുകങ്ങൾ സഗ സഗ മപ മദ പാപ മാധവനി സനിതക മദനിത മസഗ മഗ സനിത പദനി ആലാപമായ സ്വരരാഗഭാവുകങ്ങൾ ഹിമബിന്ദു ചൂടും സമ്മേഹങ്ങൾ പോലെ വരവല്ലി തേടും വരവല്ലകി തേടും വിരഹാർദ്ദ പഞ്ചകർമ്മങ്ങൾ സ്നേഹസാന്ദ്രമായ വേദിയിൽ കണ്ണുകളടച്ച് പാടിത്തീർന്നതും അവൾ മിഴികൾ തുറക്കാതെ അല്പനേരം അങ്ങനെ തന്നെ ഇരുന്നു. കാൽമുട്ടിൽ വലത്തു കൈമുട്ടുന്നി അതിൽ മുഖം അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന മഹാദേവൻ്റെ മിഴികളായിരുന്നു ബദ്രിയുടെ മിഴികളപ്പോൾ. ആ മിഴികൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. വലിയൊരു മനുഷ്യൻ്റെ മുന്നിലാണ് താൻ പാടിയതെന്ന ചിന്തയിൽ അവൾക്ക് മിഴികൾ തുറക്കാൻ കഴിയുന്നില്ലായിരുന്നു. ആ അച്ഛൻ്റെയും മകളുടെയും മനസ്സിൽ ഇപ്പോൾ കടന്നുപോകുന്ന വഴികൾ ഏതെന്ന് അറിയാമായിരുന്ന ബദ്രിക്കും ഈ നിമിഷത്തെ എങ്ങനെ തരണം ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. മോളെ, അയാൾ വിറയാർന്ന കൈത്തലമെടുത്ത് അവളുടെ കവിളിലൊന്ന് ചേർത്ത് വെച്ചു. ഒന്നും പറയാനില്ല, ഒരു തെറ്റുപോലും കണ്ടുപിടിച്ച് തരാനില്ല. ഞാനെന്താ പറയേണ്ടതെന്ന് എനിക്ക് പോലും അറിയുന്നില്ല. പഠിക്കാനുള്ളതെല്ലാം നീ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു എനിക്ക് മനസ്സിലായി. ഇതിൽ കൂടുതൽ ഞാൻ നിനക്ക് എന്ത് പഠിപ്പിക്കാനാണ് കുഞ്ഞെ? മഹാദേവൻ്റെ ഹൃദയത്തിൽ തൊടുന്ന ആ വാക്കുകൾ കേട്ടുകൊണ്ടാണ് അവൾ മിഴികൾ തുറന്നത്. ഒരു പഠനവും പൂർണ്ണമാകുന്നില്ല മാസ്റ്റർ. എനിക്കിനിയും പഠിക്കാൻ ഏറെയുണ്ടെന്നറിയാം. ഞാൻ നാളെ മുതൽ വന്നോട്ടെ, വരേണ്ടെന്ന് മാത്രം പറയരുത്, അവൾ തൊഴുകയോടെ പറഞ്ഞു. അങ്ങനെ ഞാൻ പറയുമോ കുഞ്ഞെ? നീ എൻ്റെ അടുത്തിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം എത്ര വലുതാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അയാൾ മനസ്സിൽ അങ്ങനെയാണ് പറഞ്ഞതെങ്കിലും പുറത്തേക്ക് വന്നത് വേറെ വാക്കുകളായിരുന്നു. വന്നോളൂ, നാളെ രാവിലെ മുതൽ ഞാനും നദിയാമിനിക്കായി കാത്തിരിക്കും. അവൾ ആ പാദങ്ങളിൽ ഒന്നുകൂടി നമസ്കരിച്ചതിന് ശേഷം പതിയെ എഴുന്നേറ്റു. അപ്പോഴേക്കും രാമേട്ടൻ 3 ഗ്ലാസ് ചായ കൊണ്ടുവന്നിരുന്നു. മോൾ പഠിക്കുന്നില്ലേ? ചായ കുടിക്കുന്നതിനിടയിൽ അയാൾ ചോദിച്ചു. പഠിച്ചിരുന്ന കോളേജിൽ നിന്നും ഇന്ന് TC വാങ്ങി വരുന്ന വഴിയാണ്. നദി പറയുന്നത് അവൾക്ക് പഠനത്തോടൊപ്പം ജോലിയും വേണമെന്നാണ്. താൻ പറയുന്നത് മനസ്സിലാക്കാത്തതുപോലെ മഹാദേവൻ നോക്കുന്നത് കണ്ടപ്പോൾ ബദ്രി അച്ഛനിൽ നിന്നും കേട്ട വിവരങ്ങളെല്ലാം അയാളോട് വിശദീകരിച്ചു. മോളെ, നിനക്കിപ്പോൾ ജോലിയുടെ ആവശ്യം എന്താണ്? ആദ്യം പഠനം അവസാനിപ്പിക്കൂ, അതിനുശേഷം ജോലിയെക്കുറിച്ച് ചിന്തിക്കുന്നതല്ലേ നല്ലത്. ഇപ്പോൾ പഠനത്തോടൊപ്പം സൈഡായി സംഗീതവും മുന്നോട്ട് കൊണ്ടുപോകൂ. എൻ്റെ അടുത്ത പടത്തിൽ നിനക്ക് ഞാനൊരു അവസരം തരാം.
അദ്ദേഹം പുഞ്ചിരിച്ചും കൊണ്ട് അവളുടെ തലയിൽ തടവി പറഞ്ഞു, എൻ്റെ വീട്ടിൽ വന്നിരുന്നു അല്ലേ അമ്മയെ കാണാൻ? അവളുടെ ചോദ്യത്തിന് മുൻപിൽ അയാൾ ഒരു നിമിഷം പകച്ചിരുന്നു. മഹാദേവൻ മാസ്റ്ററുടെ മുഖത്തെ ഭാവമാറ്റമൊന്നും അവൾ ശ്രദ്ധിച്ചില്ല. ആര് പറഞ്ഞു? അയാളുടെ സ്വരത്തിനൊരു വിറയൽ ബാധിച്ചു. എന്നോട് സാറാണ് പറഞ്ഞത്. അവൾ ബദ്രിക്ക് നേരെ വിരൽ ചൂണ്ടി. ഞാൻ വന്നതിനെക്കുറിച്ച് അമ്മയൊന്നും പറഞ്ഞില്ലേ? അയാളുടെ ചോദ്യം കേട്ട് അവൾ ഒന്ന് ചിരിച്ചു. പറയില്ല, അതാണ് എൻ്റെ അമ്മ. ഞാൻ പിന്നണി ഗാന രംഗത്തേക്ക് വരുന്നതൊന്നും അമ്മയ്ക്കിഷ്ടമല്ല. സാറിനോട് മുഖത്തടിച്ച പോലെ പറ്റില്ലെന്ന് പറഞ്ഞിട്ടുണ്ടാകും അല്ലേ? അയാൾ ആശ്വാസത്തോടെ ഒന്ന് നിശ്വസിച്ചു. അമ്മ സമ്മതിക്കാത്തതിൻ്റെ കാരണം എന്താണെന്നൊന്നും അയാൾ പിന്നീട് ചർച്ചാ വിഷയമാക്കിയില്ല. ഏതായാലും ഒരു കാര്യത്തിൽ അയാൾക്ക് ആശ്വാസമായി. തന്നെക്കുറിച്ച് മകളോട് യാമി തെറ്റായി ഒന്നും പറഞ്ഞില്ലല്ലോ. പിന്നെയും കുറച്ചു നേരം കൂടി കഴിഞ്ഞാണ് ബദ്രി നദിയെയും കൂട്ടി അവിടെ നിന്നും ഇറങ്ങിയത്. തൻ്റെ മകൾ കയറിയ കാർ അകലേക്ക് മറയും വരെ അയാൾ നോക്കി നിന്നു. പിന്നെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചും കൊണ്ട് അകത്തേക്ക് പോകാനായി തിരിഞ്ഞു. അപ്പോഴാണ് വാതിൽപ്പടിയിൽ കൈവച്ചും കൊണ്ട് തന്നെ നോക്കി നിൽക്കുന്ന രാമേട്ടനെ അയാൾ കാണുന്നത്. ആരാ കുഞ്ഞേ അത്? അതിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം പാട്ട് പഠിക്കാനേ വന്ന കേവലമൊരു പെൺകുട്ടിയായി തോന്നിയില്ല. സംശയം വേണ്ട രാമേട്ട, ആ പോയത് എൻ്റെ മകളാ. മുന്നിൽ നിൽക്കുന്നത് അച്ഛനാണെന്ന് മനസ്സിലാവാതെ പോയ മകൾ യാമി കുഞ്ഞിൽ. അയാൾ പൂർത്തിയാകാതെ നിർത്തി. അതെ. പിന്നീടൊന്നും പറയാതെ അയാൾ മുറിക്കുള്ളിലേക്ക് കയറിപ്പോയി. അപ്പോൾ ഈ വൃദ്ധൻ്റെ ഊഹം തെറ്റിയില്ല, അയാൾ പുഞ്ചിരിയോടെ മനസ്സിൽ പറഞ്ഞു. തുടരും കഥയുടെ അടുത്ത ഭാഗം നാളെ ഇതേ സമയം.